ഓം കാലഭൈരവായ നമോ നമഃ. ശിവന്റെ, മഹാദേവന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഭാവമാണ് കാലഭൈരവൻ. കാലത്തെ സംഹരിച്ച് പുതിയൊരു പ്രപഞ്ചം സൃഷ്ടിക്കുന്നു എന്ന അർത്ഥം കാലഭൈരവനുണ്ട്. പ്രളയഹുതാഗ്നിയിൽ പ്രപഞ്ചത്തെ സംഹരിച്ച് ഈ ലോകത്തിൽ പുതിയൊരു സൃഷ്ടി നടത്തുന്ന ദേവനാണ് ശിവന്റെ കാലഭൈരവ ഭാവം. അഷ്ടമി ദിവസമാണ് കാലഭൈരവ പൂജയ്ക്ക് വിശേഷമായിട്ട് ഉള്ളത്. ഉത്തരഭാരതത്തിലാണ് കാലഭൈരവ മൂർത്തി പ്രതിഷ്ഠകൾ കൂടുതൽ ഉള്ളത്. തമിഴ്നാട്ടിൽ ശീർകാഴി, നാഗപട്ടണം, തിരുക്കണ്ടിയൂർ, ചിദംബരം തുടങ്ങിയ സ്ഥലങ്ങളിൽ കാലഭൈരവന്റെ പ്രതിഷ്ഠ ഉണ്ട്. ഒരിക്കൽ രസിനെ ഇവിടെ നിത്യവും തപസ്, ജപം, ഹോമം ഇത്യാദികൾ നടത്തിയാൽ ആ ഭക്തൻ ചെയ്ത മുഴുവൻ പാപങ്ങളും സംഹരിക്കപ്പെടുകയും അവൻ അനേക ജന്മങ്ങളിലെ പാപങ്ങളെല്ലാം തീർന്ന് മോക്ഷവും മുക്തിയും പ്രാപിച്ച് എൻ്റെ സവിധമായ കൈലാസത്തിൽ എത്തുകയും ചെയ്യും എന്ന് മഹാദേവൻ കാലഭൈരവൻ ദേവിയോട് കൽപ്പിച്ചു. കാശിയിൽ കാലഭൈരവ ക്ഷേത്രത്തിൽ മഹാദേവൻ കാലനെ സംഹരിച്ച ഭാവത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു. അവിടെ വെച്ച് മൃതിപ്പെടുന്നവന് ശിവലോക ലബ്ധിയും ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നു. കാശിയിൽ ലഘുവായ എന്തെങ്കിലും ആഹരിച്ചുകൊണ്ട് ജിതേന്ദ്രനായി ശിവനെ ഭജിച്ചാൽ ജനിമൃതി ചക്രത്തിൽ നിന്നും വീണ്ടും വീണ്ടും ജനിക്കുക, വീണ്ടും വീണ്ടും മരിക്കുക എന്ന ജനിമൃതി ചക്രത്തിൽ നിന്ന് അവന് രക്ഷ കിട്ടും എന്നാണ്. ഭക്തജന രക്ഷയ്ക്കായി ഭൂതഗണങ്ങളോടൊത്ത് മഹാദേവൻ കാലഭൈരവനായി വാഴുന്ന ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. അവിടെ വെച്ച് മരിക്കുന്നവർക്ക് മഹാദേവൻ താരകമന്ത്രം ചെവിയിൽ ഓതിക്കൊടുക്കുന്നു. ശിവൻ ദേവിയോട് പറഞ്ഞു, വാരണാസിയിൽ വെച്ച് കാലഭൈരവ മൂർത്തി പറഞ്ഞു, ഭദ്രേ, വാരണാസിയാകുന്ന എൻ്റെ ക്ഷേത്രത്തിൽ ഗന്ധർവ സേവിതനായി പുണ്യനദിയായ ഗംഗയും വന്നു ചേരുന്നു. അതുകൊണ്ടത്രേ ആ ക്ഷേത്രത്തിൽ പ്രതിപത്തിയുള്ളതും ഞാൻ അവിടെ കുടികൊള്ളുന്നതും. കാശിയിൽ മഹാദേവനായി യജ്ഞം ചെയ്യുന്ന ഭക്തജനങ്ങളുടെ ആത്മാവ് മഹാദേവനിൽ ചെന്ന് ലയിക്കുന്നു. അവർക്ക് പിന്നെ പുനർജന്മം ഇല്ല. ഏതൊരുവൻ കാലഭൈരവമൂർത്തിയെ സകല ഭൂതങ്ങളിലും ദർശിച്ച് സേവിക്കുന്നുവോ ആ യോഗി ഏതു മട്ടിലായിരുന്നാലും ശിവനിൽ ചെന്ന് ചേരുന്നു. പിന്നെ ശിവനും ആ ഭക്തനും അഭേദ്യരാണ്, വ്യത്യാസം ഇല്ല. ബ്രഹ്മാവിൻ്റെ ശിരസ്സു നുള്ളിയ ബ്രഹ്മഹത്യാ പാപം പോലും മഹാദേവനെ ശിവനെ വിട്ടൊഴിഞ്ഞത് കാശിയിൽ വെച്ചാണ്. കാലഭൈരവനായ ശിവന്റെ കയ്യിലിരുന്ന കപാലം ആ കള്ളം പറഞ്ഞ ബ്രഹ്മാവിൻ്റെ ഒരു തലയെ നുള്ളിയെടുത്തു. അത് 1000 കഷണങ്ങളായി പൊട്ടിച്ചിതറിയതും കാശിയിൽ വെച്ചാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം അഥവാ കാശി കാലഭൈരവ ക്ഷേത്രം ദേവന്മാരുടെ പുണ്യഭൂമിയാണ്. ഈ സവിധത്തിൽ ആനന്ദ നടനം ആടിയാണ് കൽപ്പാന്തത്തിൽ ബ്രഹ്മപ്രളയത്തിൽ മഹാദേവന്റെ കയ്യിലിരിക്കുന്ന പ്രളയഹുതാഗ്നിയാൽ ഈ ലോകം അവിടുന്ന് ചുട്ടരിച്ച് പുതിയൊരു പ്രപഞ്ചത്തെയും പുതിയൊരു സൃഷ്ടിയെയും അവിടുന്ന് നടത്തുന്നത്. 5 മുഖങ്ങൾ ഉള്ളവനും 3 കണ്ണുകളായ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്ന നേത്രങ്ങളുള്ളവനും 10 കൈകളിലും കമണ്ഡലു, സ്രുവം, അമ്പ്, വില്ല്, ത്രിശൂലം തുടങ്ങിയവ ധരിച്ചുകൊണ്ട് ഭക്തർക്ക് അഭയദാതാവായി മഹാദേവൻ കാശി വിശ്വനാഥൻ വാരണാസിയിൽ നിത്യസാന്നിധ്യം കൊള്ളുന്നു. ഓം കാശി വിശ്വനാഥായ കാലഭൈരവയായ ശിവായ ശങ്കരായ ശംഭുവേ ലോകനാഥായ പരബ്രഹ്മസ്വരൂപായ നമോ നമഃ. കാശിയിൽ കാലഭൈരവമൂർത്തി ശ്മശാനം ആണ്, മഹാശ്മശാനമാണ് കാശി. കാശിയിൽ കാലനാണ് ശ്മശാനത്തിൻ്റെ അധിപനെന്നാണ് സങ്കല്പം. പക്ഷേ ആ കാലൻ്റെയും കാലനായ കാലാഗ്നി രുദ്രനായ നീലകണ്ഠനായ
കാശി വിശ്വനാഥൻ കാലഭൈരവമൂർത്തി കാലനെ സംഹരിച്ച ദേവനാണ്. കാലൻ ഭക്തമാർക്കണ്ഡേയനെ കൊല്ലാൻ വന്നപ്പോൾ മൂന്നാമത്തെ കണ്ണിൽ നിന്നും തീയാൽ അഗ്നി നേത്രത്താൽ കാലനെ സംഹരിച്ച് ആ മാർക്കണ്ഡേയനെ രക്ഷിച്ചത് മുതലാണ് മൃത്യുഞ്ജയൻ എന്നുള്ള പേര്, മരണത്തെയും അതിജീവിച്ചവൻ എന്ന പേര് മഹാദേവന് ഉണ്ടായത്. ശിവന് മരണം ഇല്ല. ദേവിക്കും ശിവനും, ശിവശക്തിക്ക് പാർവതീദേവിക്കും ശിവനും മരണം ഇല്ല. അപ്പോൾ എരിയുന്ന പട്ടടയിൽ എല്ലാ ജീവനുകളും വന്നടിയുന്നു. എരിയുന്ന പട്ടടയിൽ നോക്കി നിന്നാൽ അത് ഒരാത്മവിദ്യാലയമാണ്. ഏത് അഹങ്കാരിയും ഏത് ദുഷ്ടനും ഒടുവിൽ ചെന്ന് ചേരുന്ന ഇടവും അവിടെ തന്നെയാണ്. സകല അഹങ്കാരങ്ങളും സ്വാർത്ഥതകളും എല്ലാം വലിയവൻ എന്നുള്ള ചിന്തയും എല്ലാം ആ പട്ടടയിൽ എരിഞ്ഞു ചേരുന്നു. ആ സ്ഥലമാണ് 24 മണിക്കൂറും മൃതദേഹങ്ങൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാശി ശ്മശാനം. ആനന്ദകാനനം എന്നും ഇതിന് പേരുണ്ട്. കാലൻ്റെ അധിവാസഭൂമിയായ ശ്മശാനത്തിൽ പരേതരാകുന്ന ആത്മാക്കൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ ബാക്കി ഉണ്ടായിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ബന്ധുജനങ്ങളിൽ ഉപദ്രവം ഉണ്ടാവാതെ അവരെ തന്നിലേക്ക് പഞ്ചഭൂതേശ്വരനായ ശിവൻ ലയിപ്പിച്ച് അവരുടെ പാപങ്ങളെ സംഹരിച്ച് അവർക്ക് ഇനിയൊരു ജന്മം ഇല്ലാതെ മോക്ഷവും മുക്തിയും കൊടുക്കുന്ന സ്ഥലമാണ് കാശിയിൽ കാലഭൈരവനായിരിക്കുന്ന മഹേശ്വരൻ. അവിടുത്തെ ഭസ്മാംഗരാഗനായ അവിടുത്തെ അനുഗ്രഹ സിദ്ധിയാലും അവിടുത്തെ ബ്രഹ്മഹത്യാ പാപത്തിനു പോലും പാപവിമുക്തി കൊടുത്ത ദേവനാണ് കാലനും പേടിക്കുന്ന, കാലനെയും സംഹരിച്ച, യമനെയും സംഹരിച്ച തെക്ക് ദിക്കിൻ്റെ ദിക്കാണ് കാലൻ്റെ ദിക്ക്. അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരേ ഒരു ദേവൻ എന്ന് പറയുന്നത് സാക്ഷാൽ ദക്ഷിണാമൂർത്തീശ്വരനായ കാലഭൈരവൻ മാത്രമാണ്. ദേവേന്ദ്രനും മുനീശ്വരന്മാരും എല്ലാം തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാദേവ ചൈതന്യമായ ശിവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാവമാണ് കാശി. കാശിയിൽ വച്ച് ജീവൻ വെടിയുന്നവർക്ക് ഇനിയൊരു ജന്മം ഇല്ല എന്നും വീണ്ടും വീണ്ടും മരിക്കുക, വീണ്ടും വീണ്ടും ജനിക്കുക എന്ന കാലചക്രത്തിൽ നിന്നും അവർക്ക് മോക്ഷം കിട്ടും എന്നാണ് കാലഭൈരവമൂർത്തിയുടെ അനുഗ്രഹം. ആനന്ദകാനനം എന്ന അവിടെ മഹാദേവൻ നിത്യസാന്നിധ്യം കൊള്ളുന്നു. അവിടുത്തെ സന്ധ്യാനേരത്തുള്ള കാശിയിലുള്ള മഹാ ആരതി ലോകപ്രസിദ്ധവും അത് കാണുന്നത് പുണ്യം ആണ്. സകല പാപങ്ങളും ശമിക്കുകയും മനുഷ്യൻ്റെ മനസ്സിന് നന്മയും ഐശ്വര്യവും നല്ലതും മംഗളവും ആ ദർശനത്തിലൂടെ ഗംഗ ഒഴുകുന്ന സമീപത്തുകൂടി ഗംഗ ഒഴുകുന്നു കാശി. അവിടെ മോക്ഷത്തിനും മുക്തിക്കും വേണ്ടി കാലഭൈരവനെ തൊഴുത് ആ പുണ്യതീർത്ഥമായ മഹാദേവൻ്റെ ശിരസിലൂടെ ഒഴുകി വാരണാസിയിൽ കൂടെ ഒഴുകുന്ന ആ ഗംഗാ തീർത്ഥം സ്പർശിക്കുകയും അതിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്താൽ നമ്മളുടെ എല്ലാ പാപങ്ങളും നശിക്കും എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ കാണുന്ന കാലഭൈരവ മൂർത്തി. അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ ഉണ്ട്. കാലഭൈരവ മൂർത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സഹസ്രനാമ അർച്ചനയും നെയ്വിളക്കും അരളിപ്പൂ അർച്ചനയും കൂവള അർച്ചനയും എരിക്കിൻ പൂവിൻ്റെ അർച്ചനയും തേങ്ങ തേൻ എന്നിവയും കാലഭൈരവമൂർത്തിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ്. മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ, കാലനിൽ നിന്ന് രക്ഷിക്കാൻ കാലനെ സംഹരിക്കുകയും കള്ളം പറഞ്ഞ ബ്രഹ്മദേവന്റെ 4 തലകളിൽ ഒന്നിനെ ഛേദിക്കാനും കാലഭൈരവമൂർത്തിയായ ശിവൻ ഉണ്ട്. മഹാദേവൻ കാലഭൈരവൻ ലോകരക്ഷകനും സർവമംഗളദായകനും പാർവതീ സമേതനും കാശി എന്ന വാരണാസിയിൽ അധിവസിക്കുന്ന പുണ്യമൂർത്തിയും ആണ്.
ഓം നമഃശിവായ കാലഭൈരവായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ സർവമംഗളദായകായ ശിവായ ശങ്കരായ ശംഭുവേ. കാശിയിൽ ഭൈരവനായിരിക്കുമ്പോൾ മഹാദേവൻ്റെ വാഹനം നായാണ്. സാധാരണ വൃഷഭാരൂഢായ നമഃ എന്നാണ് നാം മഹാദേവനെ, കാളയാണ് വാഹനം എങ്കിലും കാലഭൈരവനായി വരുമ്പോൾ നായുടെ പുറത്താണ് മഹാദേവൻ കാശിയിൽ ഇരിക്കുന്നത്. കാലനെ സംഹരിക്കാൻ വന്നത് നായുടെ പുറത്താണ്. അപ്പോൾ ഏതൊരു ഭക്തനാണോ ശിവഭക്തിയാൽ ഉള്ളവനായി നിഷ്കാമമായ ശിവഭക്തി ഉള്ളവൻ മരിക്കുമ്പോൾ ആ ഭക്തൻ മരിച്ച ചിതയിൽ മഹാദേവൻ എത്തുമെന്നും ആ ചുടലഭസ്മം വാരി അവിടെ നിന്ന് അണിഞ്ഞാൽ ആ ഭക്തനല്ലെങ്കിൽ ഭക്തയ്ക്ക് ചെയ്തു പോയ പാപങ്ങളെല്ലാം സംഹരിക്കപ്പെട്ട് ഇനി ഒരു ജന്മമില്ലാതെ ശിവനിൽ ലയിക്കും എന്നുള്ളത് കൊണ്ടാണ് ശവഭസ്മം മഹാദേവൻ അണിയുന്നു. ഭസ്മാംഗരാഗായ നമഃശിവായ എന്നും വിശ്വേശ്വരായ ശവഭസ്മ വിലേപനായ എന്നുമൊക്കെ ഉള്ള നാമം മഹാദേവന് ഉള്ളത്. മഹാദേവനല്ലാതെ ഒരു ദൈവവും ഒരു ഈശ്വരമൂർത്തി, ഈശ്വരനൊന്നേ ഉള്ളൂ, അത് മഹാദേവനാണ്. മറ്റു ഭഗവാന്മാരാരും തന്നെ, കാരണം അവർക്കെല്ലാം മരണമുണ്ട്, അവർക്കെല്ലാം കാലിനെ പേടിയും ഉണ്ട്. അപ്പോൾ നായ്ക്ക് സവിശേഷമായ ഒരുപാട് സിദ്ധികൾ മഹാദേവൻ കൊടുത്തിട്ടുണ്ട്. വേദത്തിൽ പോലും നായുടെ ജീവൻ 4 വേദങ്ങളിൽ രണ്ടാമത്തെ വേദമായ യജുർവേദത്തിൽ 11 അനുവാകങ്ങളായുള്ള ശ്രീരുദ്രത്തിൽ ഒരു മന്ത്രം ഓം ശോഭ്യ ശോഭതിഭ്യശ്ചവോ നമഃ. അർത്ഥമെന്താണെന്ന് അറിയാമോ? സംസ്കൃതത്തിൽ ശ്വാവ് എന്ന് പറഞ്ഞാൽ നായ് എന്നർത്ഥം. അപ്പോൾ കാലാ നീ പോ, നായേ നീ വാ എന്ന് മഹാദേവൻ കാലസംഹാര സമയത്ത് കാലനോട് പറഞ്ഞു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഏത് ഗന്ധവും മനസ്സിലാക്കാനും സവിശേഷ സിദ്ധി. കുഞ്ഞുങ്ങൾക്ക് 28 കിട്ടുമ്പോൾ ഈ തട്ടമ്യൂസിയമാറ്റ് ജ്വല്ലറിയിൽ നിന്നും നായുടെ രൂപം കൊത്തിയ ബട്ടൺസിൻ്റെ, നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺസിൻ്റെ അത്രയുള്ള ഒരു രൂപം കൂടെ ആ കറുത്ത ചരടിൽ കെട്ടി ഇടാറുണ്ട്. കാരണം നായുണ്ടെങ്കിൽ പേടിക്കേണ്ട എന്നാണ്. കുട്ടികൾ 6 മാസം ഈ ചോറോട് കൊടുക്കുന്നവരെ ഒറ്റയ്ക്ക് കിടത്താറില്ല. ഭൂതപ്രേത പിശാചുക്കൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമെന്നുള്ളത് കൊണ്ട് ഭയം പോകാൻ വേണ്ടി നായുടെ രൂപത്തിലുള്ള ഒരു പിരിയക്കല്ല് കറുത്ത ചരടിൻ്റെ കൂടെ കെട്ടിയിടുന്ന ഒരു സവിശേഷതയുണ്ട്. അപ്പോൾ ശിവവാഹനം, കാലഭൈരവൻ്റെ വാഹനം, കാശി കാലാധിനാഥൻ്റെ വാഹനം, കാലഭൈരവമൂർത്തിയുടെ വാഹനം നായാണ്. ഇതിന് തെളിവ് രണ്ടാമത്തെ വേദമായ യജുർവേദത്തിൽ ശ്രീരുദ്രത്തിൽ ഒരു മന്ത്രം ഓം ശോഭ്യ ശോപതിഭ്യശ്ച വോ നമഃ. നായുടെയും നായാടിയുടെയും ദൈവമായ ഈശ്വരനായ കാലഭൈരവമൂർത്തിയെ ശിവനെ നമസ്കാരമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് മാത്രമല്ല, നമ്മുടെ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ എന്ന് പറയുന്നത് ശിവനാണെന്നുള്ളതിന് ആർക്കും സംശയമില്ലല്ലോ. അവിടെ യഥേഷ്ടം വിഹരിക്കുകയാണ്. അവിടുത്തെ നിവേദ്യച്ചോറുണ്ട് വളർന്ന നായ്ക്കൾ ഒരു കൂട്ടം കണ്ണൂരിൽ ഈ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ്റെ നടയിൽ ചെന്നാൽ നായ്ക്കൾ അവിടെ വിഹരിക്കുന്ന ആരെയും അവ ഉപദ്രവിക്കാറ് ഇല്ല. അപ്പം ശങ്കരാചാര്യർ ദിഗ്വിജയം നടത്തിയതിന് ശേഷം വന്നപ്പോൾ മഹാദേവൻ ഒരു 4-5 നായ്ക്കളെയും പിടിച്ചുകൊണ്ട് ഒരു ചണ്ടാളൻ്റെ വേഷത്തിൽ കള്ളുക്കുടവും തോളിൽ വെച്ചുകൊണ്ട് ശങ്കരാചാര്യരുടെ മുമ്പിൽ വരികയും ജാതീയ ബോധം, ബ്രാഹ്മണൻ എന്നുള്ള ആ ജാതിബോധം ശങ്കരാചാര്യർക്ക് മാറാത്തത് കൊണ്ട് അദ്ദേഹത്തിന് മുമ്പേ കയറി നിൽക്കുകയും ഇതാരാണ് മാറ് എന്ന് പറഞ്ഞപ്പോൾ ദേഹം മാറണോ ദേഹി മാറണോ എന്ന് ശിവൻ കാലഭൈരവമൂർത്തി ശങ്കരാചാര്യരോട് ചോദിക്കുകയും ശങ്കരാചാര്യ നോക്കിയപ്പോൾ തൃക്കണ്ണും ജടയും തൃശൂലവും കണ്ട് സാഷ്ടാംഗം വീണ് നമിച്ച് മാപ്പിരുന്ന് ആ മനസ്താപത്തിൽ ചെന്ന്
എഴുതിയ ശങ്കരാചാര്യരുടെ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേരാണ് മനീഷ പഞ്ചകം. കടുകട്ടി സംസ്കൃതമാണ്. അത് ശിവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോഴും മഹാദേവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 5 നായ്ക്കളാണ്, വേട്ടപ്പട്ടികളാണ്. അത് അപ്പോൾ എന്തായിരുന്നാലും കാലഭൈരവനായിട്ട് കാലനെ സംഹരിച്ച് ഭക്തനെ മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ വന്നപ്പോൾ മഹാദേവൻ്റെ വാഹനം നായ് ആയിരുന്നു. പറശ്ശിനിക്കടവിൽ നായ് ആണ് അവിടെ ക്ഷേത്രത്തിൽ ഉള്ളത്. അപ്പോൾ സവിശേഷ ബുദ്ധിയും സിദ്ധിയും ഒക്കെ കാലഭൈരവനായ, കാശി വിശ്വനാഥനായ, വാരണാസി പുരപതിയായ, ഇതെല്ലാം ഒരു സ്ഥലം തന്നെയാണ്. UP-യിലാണ്, ഉത്തർപ്രദേശിലാണ് വാരണാസി എന്ന കാശി, ആനന്ദകാനനം എന്ന കാശി. ഭാരതത്തിൽ എന്നല്ല, ലോകത്തിൽ ഒരിടത്തും ഇത്ര ആധ്യാത്മികതയുടെ, ഭാരതീയ പാരമ്പര്യ ശാസ്ത്രത്തിൻ്റെയും ഈശ്വര വിശ്വാസത്തിൻ്റെയും ഏറ്റവും സ്ഥിരാകേന്ദ്രമായ ഒരു ക്ഷേത്രവും ഒരു ആണ് കാശി വിശ്വനാഥ ക്ഷേത്രം. കാശിയിൽ പോയി മരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളും അറിഞ്ഞോ അറിയാതെയോ സാഹചര്യം കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ചെയ്തു പോയ പാപങ്ങളെല്ലാം കാലഭൈരവമൂർത്തിയായ മഹാദേവൻ സംഹരിച്ച് ആ ഭക്തന് മോക്ഷവും മുക്തിയും നൽകും എന്നാണ് കാലഭൈരവമൂർത്തിയുടെ ആ രൂപം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേവരാജ സേവ്യമാന പാവനാഘ്രി പങ്കജം വ്യാളയജ്ഞസൂത്രമിന്ദുശേഖരം കൃപാകരം നാരദാദി യോഗി വൃന്ദ വന്ദിതം ദിഗംബരം കാശികാപുരാതിനാഥ കാലഭൈരവൻ ഭജേ. അർത്ഥം എന്താണെന്നറിയാമോ? ദേവേന്ദ്രൻ തുടങ്ങി ഋഷീശ്വരന്മാരെല്ലാം വന്ദിക്കുന്ന താമരപ്പൂവിനോടൊത്ത പാദ പങ്കജങ്ങളോടും വ്യാളയജ്ഞസൂത്രം എന്ന് പറഞ്ഞാൽ സർപ്പത്തിനെ പൂണൂലാക്കിയിട്ടിരിക്കുന്നതും ചന്ദ്രക്കല ചൂടിയിരിക്കുന്നതുമായ വ്യാളയജ്ഞസൂത്രം ഇന്ദുശേഖരം, ഇന്ദു ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നവനും വ്യാളയജ്ഞസൂത്രം ഇന്ദുശേഖരം കൃപാകരം. ആഴക്കടലിൻ്റെ ആഴം നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും. പക്ഷേ മഹാദേവന്, കാലഭൈരവമൂർത്തിക്ക് ഭക്തരോടുള്ള ആ വാത്സല്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആഴം അളക്കാൻ ആരാലും ഈ ലോകത്ത് സാധിക്കത്തില്ല എന്നാണ് ദേവരാജ സേവ്യമാന പാവനാംഘ്രി പങ്കജം വ്യാളയജ്ഞ സൂത്രമിന്ദു ശേഖരം കൃപാകരം. കൃപാകരം നാരദാദി യോഗി വൃന്ദവന്ദിതം ദിഗംബരം. നാരദൻ തുടങ്ങിയിട്ടുള്ള യോഗീശ്വരന്മാർ കൂട്ടമായി നിന്ന് വന്ദിക്കുന്ന പാദങ്ങളുള്ളവനും. ദിഗംബരം എന്ന് പറഞ്ഞാൽ 10 ദിക്കുകളെ വസ്ത്രമാക്കിയവനും. കാരണം മഹാദേവൻ മനുഷ്യരൂപത്തിൽ പടത്തിൽ വരച്ചു വച്ചിരിക്കുന്നു. നമുക്ക് എളുപ്പം ഒരു രൂപം കണ്ടു തൊഴാൻ. മഹാദേവൻ മനുഷ്യൻ അല്ല. മനുഷ്യന് 10-100 വയസ്സ് കഴിയുമ്പോൾ മനുഷ്യന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്, ഭഗവാന്മാർക്കുള്ളതുപോലെ. പക്ഷേ ഏക ഈശ്വരനായ കാലഭൈരവമൂർത്തിക്ക് ദിക്കുകളാകുന്നു വസ്ത്രം. ഈ പ്രപഞ്ചത്തിൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ 10 ദിക്കുകളാകുന്നു. കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, ആകാശദിക്ക്, പാതാള ദിക്ക് തുടങ്ങിയിട്ടുള്ള 10 ദിക്കുകൾ. അതിനെയാണ് ദശദിശി വസനം എന്ന് വേദത്തിൽ പറയുന്നതും. ഇവിടെ ദിഗംബരൻ, ദിഗംബരൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം ഉടുക്കാത്തവനെന്നല്ല, ദിക്കുകളാകുന്ന വസ്ത്രത്തോട് കൂടിയവൻ. ദിക്ക് 10 ദിക്കുകളുണ്ട്. കിഴക്ക്, കിഴക്ക് തെക്ക്, തെക്ക് തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക്, വടക്ക് വടക്ക് കിഴക്ക്, പാതാള ദിക്ക്, ആകാശദിക്ക്, മുകളിൽ ഊർത്ത ദിക്ക്. ഇങ്ങനെ 10 ദിക്കുകളാകുന്ന വസ്ത്രത്തെ ധരിച്ചവനാണ് ദിഗംബരൻ. അതുകൊണ്ടാണ് വ്യാളയജ്ഞ സൂത്രമിന്ദു ശേഖരം കൃപാകരം നാരദാദി യോഗിവൃന്ദ വന്ദിതം ദിഗംബരം കാശികാപുരാധിനാഥ കാലഭൈരവം ഭജേ. അപ്രകാരമുള്ള കാലഭൈരവനെ നമ്മൾ ഭജിക്കേണ്ടതാകുന്നു എന്നാണ്. ഓം നമ ശിവായ.